ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ചാണ്. എൻ്റെ കാർ സൗണ്ട് കുറച്ച് കുറവുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ പല്ലുവേന സംഭവിക്കായിട്ട് പല്ലുവേനല്ല, എൻ്റെ ഉള്ളിൽ നമുക്ക് പൊട്ടിയിട്ട് ഇപ്പോൾ മര്യാദ ഫുള്ള് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ലോ സൗണ്ടിലാണ് സംസാരിക്കുന്നത്. ഞാൻ മൈക്കൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്സുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂവൽ അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് പോയിന്റ്സ് ആയിട്ട് റിവാർഡായിട്ട് പോയിന്റ്സ് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകളാണ് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ. നമുക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡ്സുകളിൽ പോകുമ്പോൾ നമുക്ക് ഫ്യൂവൽ അടിക്കുമ്പോൾ അതിന് പോയിന്റ്സും സംഭവമൊന്നുമില്ല. പോരാത്തന്നെ നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് ഓഫും സർചാർജും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ ഗുണം സംഭവമൊന്നും നോർമൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് കുറേ കമൻറ്റ്സ് നമുക്ക് വരുന്നതാണ്. ആമസോൺ ICICI കാർഡ് വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ 1% എക്സ്ട്രാ പോയി, അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കമൻറ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് കുറച്ച് നമുക്ക് ആക്ച്വലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഉള്ള ക്രെഡിറ്റ് കാർഡുകൾ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കാം, ഇപ്പോൾ കുറച്ചൊന്നും എടുക്കാൻ പറ്റില്ല, കുറേയൊക്കെ ബാൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഫുള്ള് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാമാണ്. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മുടെ 3ാമത്തെ ചാനൽ GSH വേൾഡ് കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ടെലിഗ്രാം ചാനൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും സാധനങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. അവിടെ പോയി കഴിഞ്ഞ് ഫോളോ അടിച്ചാൽ മതി. നിങ്ങൾക്ക് അവിടെയും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ajmg.banksupport.in സന്ദർശിക്കാത്തവർ സന്ദർശിക്കാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും നമ്മുടെ റെഫർ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ BPCL SBI ക്രെഡിറ്റ് കാർഡാണ്. ഇത് എൻ്റെ ഉള്ളതാണ്. നിങ്ങൾ ഓൾറെഡി അൺബോക്സിങ് സംഭവമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. നമുക്കിതിൽ ജോയിൻ ഫീസ്, ആനുവൽ ഫീസും 499 രൂപ പ്ലസ് GST ആയിട്ട് തുടങ്ങുന്നൊരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബേസിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജോയിനിങ് ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 2000 പോയിന്റ് വർത്ത് ₹500 പേയിങ് ജോയിൻ ഫീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ BPCL പെട്രോൾ പമ്പിലാണെങ്കിൽ 13, 13x പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുക. മൂവി ആൻഡ് ഡൈനിങ് ബെനിഫിറ്റ് ആയിട്ട് 5x പോയിന്റ്, 5x പോയിന്റ്സ് ആണ്. ഗ്രോസറി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലാണെങ്കിൽ 5x പോയിന്റ്സ് ആണ് വരുന്നത് കേട്ടോ. 4 പോയിന്റ്സ് എന്ന് പറയുന്നത് ₹1 കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ HDFC ക്രെഡിറ്റ് കാർഡാണ്. ഇത് ആക്ച്വലി കിട്ടാൻ കുറച്ച് പാടാണ്. ഇതിപ്പോൾ പക്ഷേ ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് ഓൾറെഡി ഒരു HDFC കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അല്ലാത്തവർക്ക് കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. 5% ക്യാഷ് ബാക്ക് ആണ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലൊക്കെ ഇവർ ആക്ച്വലി ക്ലെയിം ചെയ്യുന്നത്. പിന്നെ വലിയ ജോയിൻറ്റ് ബെനിഫിറ്റോ സംഭവമൊന്നും ഇല്ല കേട്ടോ. പിന്നെ വരുന്ന ICICIയുടെ HPCL കോറൽ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതും ICICI ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡ്സ് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര അപ്രൂവൽ റേറ്റ് കുറവാണ്, ഭയങ്കര കുറവാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് ഭയങ്കര കുറവാണ്. അപ്പോൾ പിന്നെയും കുഴപ്പമില്ലാണ്ട് അപ്രൂവൽ കിട്ടുന്നത് ഇവരുടെ കോറൽ ക്രെഡിറ്റ് കാർഡാണ്, നോർമൽ കോറൽ ക്രെഡിറ്റ് കാർഡ്. അത് എൻ്റെ ഉള്ളതാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും ഇൻബോക്സും വീഡിയോ ഒക്കെ. ഞാൻ അടുത്ത് കാണിച്ചു തരുന്നില്ല. അതിന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടൈം കുറേ വേസ്റ്റ് ആകും. നമ്മളൊരു ഷോർട്ടായിട്ട് ഒരു വീഡിയോനെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പറഞ്ഞല്ലോ. ഇതിന് ആക്ച്വലി 199 രൂപ പ്ലസ് GST ആണ് ആനുവൽ ഫീസും ജോയിൻ ഫീസും വരുന്നത്. അപ്പോൾ ആ കാറ്റഗറിയിൽ നല്ല കുറഞ്ഞൊരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇവിടെ HPCLൻ്റെ BOB എനർജി ക്രെഡിറ്റ് കാർഡ്. ഇത് എൻ്റെ ഉള്ളതാണ്. ഞാൻ ആക്ച്വലി ഇത് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 499 രൂപ പ്ലസ് GST ആണ് ആനുവൽ ഫീസും ജോയിൻ ഫീസൊക്കെ വരുന്നത്. പക്ഷേ വലിയ കാര്യമായിട്ട് ഇതിന് കുറേ പ്രോബ്ലംസുകളുണ്ട്. നമ്മൾ ഫ്യൂവൽ ട്രാൻസാക്ഷൻ അടിക്കുമ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാം, എല്ലാ ക്രെഡിറ്റ് കാർഡിലും നമുക്കൊരു ലിമിറ്റ് വരെ ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് ഉണ്ട്. ആക്ച്വലി ഈ കാർഡിൽ അതൊന്നും കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അത് ഡിറ്റക്റ്റും ചെയ്യുന്നില്ല. ഇത് ഫ്യൂവൽ ട്രാൻസാക്ഷനാണ്. അങ്ങനെ കുറച്ച് ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, ഞാനത് അത്രയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കാറില്ല ഈ കാർഡ് കേട്ടോ. പിന്നെ ഉള്ളതാണ് IDFCയുടെ ഫസ്റ്റ് HPCL പവർ ക്രെഡിറ്റ് കാർഡ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നമുക്ക് കുറേ വേരിയൻ്റ് സംഭവത്തിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയട്ടെ. നിങ്ങൾ പ്രത്യേകിച്ച് HPCL പമ്പിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എത്ര ക്രെഡിറ്റ് കാർഡ് നമ്മൾ പറഞ്ഞു? നമ്മൾ BPCL SBI കാർഡ് പറഞ്ഞു, ഇന്ത്യൻ ഓയിൽ കോഡക് ക്രെഡിറ്റ് കാർഡ് പറഞ്ഞു. ഇന്ത്യൻ ഓയിലിൻ്റെ കോഡക് ക്രെഡിറ്റ് കാർഡ് പറഞ്ഞിട്ടില്ല. അത് പക്ഷേ ഞാനിപ്പോൾ അത് എടുത്ത് പറയുന്നില്ല. എൻ്റെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് ഇന്ത്യൻ ഓയിലിൻ്റെ കോഡക് ക്രെഡിറ്റ് കാർഡാണ്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിതിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കോട്ടക്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇപ്പോൾ ബാനായിട്ട് കിടക്കണം. അപ്പോൾ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാത്ത കേട്ടോ. 449 ജോയിൻ ഫീസും ആനുവൽ ഫീസും വരുന്നത്. പിന്നെ ICICI നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ഓയിൽ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. HDFC കാർഡിൻ്റെയും ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ ഉള്ളത് IDFCയുടെ ആണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഉള്ളത് ഇന്ത്യൻ ഓയിൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ്. അത് പക്ഷേ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അതിന് ഭയങ്കര ക്യാപ്പിംഗ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേറൊരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡും ഇല്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഓൾറെഡി നിങ്ങളിൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡായിട്ട് എടുക്കാം. ചെറിയ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ഭയങ്കര ക്യാപ്പിംഗ് വന്നിട്ട് 50 രൂപയൊക്കെ ക്യാപ്പിംഗ് വന്നിട്ടുണ്ട് അതിന് സർചാർജ് വേവ് പോലെയൊക്കെ. അതുപോലെ മാക്സിമം റിവാർഡ് പോയിന്റിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മാസത്തിൽ അത്രയും ഏൺ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് 500 പ്ലസ് GST കൂടിയിട്ടാണ് കിട്ടുന്നത്. ലൈഫ് ടൈം കൂടിയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഏതാ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ICICIയുടെ HPCL സൂപ്പർ സേവ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് 500 പ്ലസ് GST വരുന്നത്. ICICIയുടെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കര അപ്രൂവൽ റേറ്റ് കുറവാണ്. മാക്സിമം ആൾക്കാർക്കും ഈ സാധനം 95% ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ആവും. അതുപോലെ തന്നെയാണ് HDFC. പിന്നെ നിങ്ങൾ ഓൾറെഡി ഒരു കസ്റ്റമറാണ്, നിങ്ങൾ ഓൾറെഡി വേറെ കാർഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെയും അപ്രൂവൽ റേറ്റ് ഇടും. പക്ഷേ അല്ലാത്ത പക്ഷം പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റ് കുറവുള്ള സാധനങ്ങളാണ് ICICIയും HDFCയും. ICICIയുടെ പ്രത്യേകിച്ച് ഞാൻ HDFCയുടെ മെയിൻ കാരണം ഈ സാധനം കേട്ടോ, അതായത് ഫ്യൂവൽ കാർഡ്. അവരുടെ ഈ കോബ്രാൻഡ് കാർഡുകളൊക്കെ പിന്നെ അത്യാവശ്യം നല്ല അപ്രൂവ് ആവുന്നുണ്ട്. അവരുടെ മെയിൻ കാർഡുകളും ഇതുപോലെ തന്നെ ഭയങ്കര അപ്രൂവൽ റേറ്റ് കുറവാണ്. ഇപ്പോൾ മിലീനിയ കാർഡൊക്കെ ഭയങ്കര കുറവാണ്. അതൊക്കെയാണ് കുഴപ്പം. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഉള്ളത് ഇപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ BPSL ഉണ്ട്, ഇന്ത്യൻ ഓയിൽ കോട്ട ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നമ്മുടെ HPCL BOB എനർജി ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഇന്ത്യൻ ഓയിലിൽ ആക്സിസ് ബാങ്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെയുള്ളൂ. ICICIൻ്റെ അല്ലെങ്കിൽ കോറൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. HPCL കോറൽ ഇല്ല, നോർമൽ കോറലുണ്ട്. മറ്റേ HPCL കോറൽ ഇല്ല കേട്ടോ. ഈ പിന്നെ IDFC നമ്മുടെ പവർ ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അപ്പോൾ ഈ 4 ക്രെഡിറ്റ് കാർഡ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ഓയിലാണ്. എന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ളത് ഫുൾ ഇന്ത്യൻ ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോട്ടക്ക് ഇന്ത്യൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. IDFCയുടെ കാർഡും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഞാൻ എന്തായാലും നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് താല്പര്യം അതിൽ നിന്ന് കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത് കാണാം. ബൈ.